ഉണ്ടെങ്കിൽ സുഖം തന്നെ. പുറത്ത് നല്ല മഴ പെയ്യുകയാണ്. മഴയോടുകൂടിയാണ് എൻ്റെ ഇൻട്രോ തുടങ്ങുന്നത്. നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും കമൻറ്റ് ഇടുന്നവർക്കും എല്ലാം എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. നിങ്ങൾ പിന്നെ വ്യൂസ് എനിക്ക് തീരെ കുറവാണ്, ആരും കാണുന്നില്ല. എന്തുകൊണ്ടാണോ എന്തോ, അതുകൊണ്ട് മോശമായതുകൊണ്ടാണോ പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കാം. കാരണം അങ്ങനെയല്ലേ, വയസ്സായി വരികയില്ലേ, അതുകൊണ്ട്. പിന്നെ എല്ലാവരും കാണാൻ സമയമില്ലെങ്കിലും ഒന്ന് ഓൺ ചെയ്തിട്ടിട്ട് എന്നാലും മതിയാവും. ശരി, ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഇവിടെ കറണ്ടില്ല കേട്ടോ. കിച്ചണിൽ വന്നപ്പോഴേക്കും കറണ്ടില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ചപ്പാത്തിയും പൊട്ടറ്റോ കറിയായിരുന്നു. ഞാനിപ്പോൾ ഒരു സാമ്പാർ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പരിപ്പ് വേവിച്ചു, പച്ചക്കറികൾ ഇട്ട് ചേർത്ത് ഗ്യാസിൽ വയ്ക്കാൻ പോവുകയാണ്. കറണ്ടില്ലാത്തതുകൊണ്ടാണ് അത് എന്തോ പോലെ ഇരിക്കുന്നത്. സാമ്പാർ അങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി എനിക്ക് കടുക് വറുത്തൊഴിച്ചാൽ മാത്രം മതിയാവും. എല്ലാ കഷ്ണങ്ങളും ഞാൻ ഒരുമിച്ചിട്ടാണ് ഇന്ന് വേവിച്ചത്. ഇന്ന് എന്തായാലും മൂടി ശരിയല്ല. അല്ലെങ്കിൽ ഈ സാമ്പാറിൻ്റെ വെണ്ടയ്ക്ക ഞാൻ പ്രത്യേക എണ്ണയിൽ വരട്ടി വേവിച്ചിടും. പിന്നെ ടൊമാറ്റോ ചേർത്താൽ സാധാരണ പുളി ചേർക്കണ്ട എന്ന് പറയും. ഞാൻ ഇച്ചിരി പുളി കൂടെ ചേർത്തു. കാരണം എനിക്ക് തോന്നുന്നത് അപ്പം പുളി കൂടെ പിഴിഞ്ഞൊഴിച്ച് സാമ്പാർ വയ്ക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലെന്ന്, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ. ഇനി കടുക് വറുത്താൽ കൂടെ മതി സാമ്പാർ റെഡിയാകാൻ. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ചില ടിപ്പുകളൊക്കെ പറഞ്ഞു തന്നില്ലേ, ഇന്നും ഒരു ടിപ്പ് പറഞ്ഞു തരാം, ഒന്നോ രണ്ടോ. നമ്മൾ രാവിലെ പാല് തിളപ്പിക്കുമല്ലോ, ചായക്കോ കുടിക്കാനോ ഒക്കെ. പാല് തിളപ്പിച്ച് അല്പം നേരം വെച്ചിരുന്നാൽ ഒരു പാട ഊറി വരുന്നത് കാണാം. ആ പാൽപ്പാട എന്ന് പറയും. അതിനെ സ്പൂണിലെടുത്ത് നമ്മൾ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുഖത്തും കഴുത്തിലും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുക. വെറും വെള്ളത്തിൽ കഴുകി കളയുക, സോപ്പൊന്നും ഉപയോഗിക്കേണ്ട. അങ്ങനെ ഒരാഴ്ച ചെയ്താൽ, 2 ആഴ്ച ചെയ്താൽ കൂടുതൽ ഫലം കിട്ടും. നല്ല ഫലം കിട്ടുന്നതാണ്. ത്വക്കിൻ്റെ ചുളിവുകൾ ഉൾപ്പെടെ എല്ലാം മാറി നല്ല മാർദ്ദവും മിനുസവും കിട്ടുന്നതാണ് മുഖത്ത്. അങ്ങനെ അതൊരു നല്ലൊരു ടിപ്പാണ്. നമുക്ക് സമയവും വേണ്ട, കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ചെയ്യാവുന്ന സമയവും വേണ്ട, പൈസ ചിലവും ഇല്ല. അങ്ങനെയുള്ള ടിപ്പുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എനിക്ക് അത് അനുഭവം ഉള്ളതും കൂടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നല്ല ഫലമുള്ള ഒരു ടിപ്പാണ്. അതുപോലെ നമ്മൾ പച്ചക്കറി അരിയുമ്പോൾ വെള്ളരിക്കയുടെ അകത്തിരിക്കുന്ന, നമ്മളിവിടെ ചോറെന്ന് പറയും, വെള്ളരിക്ക ചോറെന്ന് പറയും, അകത്തുള്ള അരിയും അതിൻ്റെ ആ ജെല്ലി ഭാഗമല്ല, അത് മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാം. പിന്നെ അതുകൂടാതെ ആ വെള്ളരിക്ക ചോറിനെ തന്നെ നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് പുറത്ത് വയ്ക്കുമ്പോഴേക്കും അലിഞ്ഞു വരും. അത് മുഖത്ത് തേച്ച് 20 മിനിറ്റാണ് ഏറ്റവും കുറഞ്ഞത്, കഴുകി കളഞ്ഞാലും മുഖം നല്ല ഫ്രഷായി വരും. ഇങ്ങനെയുള്ള വീട്ടമ്മമാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമയമോ വേറെ അധിക പൈസ ചിലവോ വേണ്ടി വരില്ല. പക്ഷേ നല്ല ഫലം കിട്ടുകയും ചെയ്യും മുഖത്ത്. കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നും എനിക്ക് കിട്ടിയിരിക്കുന്ന ചെമ്മീനാണെന്ന് എന്തായാലും എനിക്ക് വയ്ക്കാൻ വയ്യ, ഒന്നിനും വയ്യ. ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാൻ പോവുകയാണ് ഞാൻ. അരി ഉഴുന്ന് ആട്ടാനും ഉണ്ട്, ഉഴുന്നും അരിയും വെള്ളത്തിലിട്ടിട്ടുണ്ട്, അതും ഒരു ജോലിയാണ്. അങ്ങനെ ഇന്നത്തെ പണികളെല്ലാം തീർന്നു. സാമ്പാർ കടുക് വറുത്തു. ഇന്ന് ഇത്രയും ജോലിയേ ഉള്ളൂ. മുട്ടയും കൂടെ ഓംലെറ്റ് ഉണ്ടാക്കി ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ്. ഇത്രയും സമയം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എല്ലാവരും ഒന്ന് കാണണേ.